തീർച്ചയായും ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഈ പറയുന്ന ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന്, മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഗവർണർ VC ആയി നിയമിക്കണം. ഇതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. നിർദ്ദേശമനുസരിച്ചാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേയില്ല. എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കോടതി ആലോചിക്കേണ്ടതാണ്. ഇന്ന് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം വരട്ടെ, അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം.